Hi, my dear students. Welcome to Mathematics online classes. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, ടു കോഡ്സ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയ ഒരു ടോപ്പിക് പഠിക്കാൻ പോവാണ്. ടോപ്പിക് ഹെഡിങ് ടു കോഡ്സ്, രണ്ട് ഞാണുകൾ. ടു കോഡ്സ്, രണ്ട് ഞാണുകൾ. അപ്പോ ഒരു വൃത്തത്തിലെ രണ്ട് ഞാണുകൾ എടുക്കുന്നു. ഈ ഞാണുകൾ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററിൽ എന്ന് പറയുന്ന സർക്കിൾസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ അതിനകത്ത് മൂന്ന് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒന്ന് നമ്പർ പ്രോബ്ലം, അതായത് സംഖ്യകളും ആംഗിളൊക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഒരു ആംഗിൾ എന്ന് മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. രണ്ട് പ്രൂവ് ദാറ്റ്, തെളിയിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡ്രോയിങ് ക്വസ്റ്റ്യൻസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. സർക്കിൾസിൽ നിന്ന് എപ്പോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും നമ്മൾ ഫൈനൽ എക്സാമിനോട്ട് പോകുമ്പോൾ മൂന്നോ നാലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ഉള്ളെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും വരയ്ക്കാനായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു സെക്ഷൻ വരയ്ക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. ടു കോഡ്സ് ഓൾറെഡി നമ്മൾ ഒരെണ്ണം വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. മൂന്ന് ആംഗിളും സർക്കം റേഡിയസും തന്നു കഴിഞ്ഞാൽ ട്രയാംഗിൾ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ അത് നമ്മൾ വരച്ച് പഠിച്ചതാണ്. ഇനി നമുക്ക് ഈക്വൽ ഏരിയ, ഇപ്പൊ ഒരു സ്ക്വയർ, ഒരു ട്രയാംഗിൾ തരുന്നു, അതേ ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കേണ്ടി വരും. അതുപോലെ ഒരു റെക്ടാംഗിൾ തരുന്നു, അതേ ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കുക. അതുപോലെ ഒരു റെക്ടാംഗിൾ എന്നിട്ട് അളവ് മാറ്റി സെയിം ഏരിയ ഉള്ള മറ്റൊരു റെക്ടാംഗിൾ വരയ്ക്കുക. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇതില് പഠിക്കാനുണ്ട്. അതിലോട്ടാണ് ഏത് ഹെഡിങ്ങിൽ പോകുന്നത്, ടു കോഡ്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ പോകുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ രണ്ട് കോഡ് വരയ്ക്കണം. അപ്പൊ നമ്മൾ രണ്ട് കോഡ് വരയ്ക്കുമ്പോഴേ അത് എവിടെയൊക്കെ മീറ്റ് ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. രണ്ട് കോഡ് വരച്ചു കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ മീറ്റ് ചെയ്യാം? ഒന്നെങ്കിൽ സർക്കിളിനകത്ത് മീറ്റ് ചെയ്യും, അതല്ലെങ്കിലോ സർക്കിളിന് പുറത്ത് മീറ്റ് ചെയ്യും. ഓക്കെ, രണ്ട് കോഡ് വരയ്ക്കുന്നു, അത് ഒന്നെങ്കിൽ സർക്കിളിനകത്ത് മീറ്റ് ചെയ്യും, അല്ലെങ്കിലോ സർക്കിളിന് പുറത്ത് മീറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന രണ്ട് കോഡും എന്തായിരിക്കണം? നോൺ പാരലൽ ആയിരിക്കണം, സമാന്തര രേഖകൾ ആവാൻ പാടില്ല. അപ്പൊ ഞാൻ രണ്ട് കോഡ് വരയ്ക്കുന്നു, അത് സമാന്തരമായിട്ട് വരച്ചു വെച്ച് കഴിഞ്ഞാൽ, പാരലൽ വരച്ചാൽ എന്താ പ്രത്യേകത? അതൊരിക്കലും മീറ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കുന്ന കോഡിന് എന്താ ഒരു പ്രത്യേകത ഉണ്ടാവണം. എന്താണ് പ്രത്യേകത? അത് സമാന്തരമാവാൻ പാടില്ല, പാരലൽ ലൈൻസ് ആവാൻ പാടില്ല. പാരലൽ ലൈൻസ് അല്ലെങ്കിൽ എന്തായാലും എന്ത് ചെയ്യും? ഇന്റർസെക്ട് ചെയ്യും, മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എവിടെയൊക്കെ മീറ്റ് ചെയ്യാം? സർക്കിളിനകത്ത് മീറ്റ് ചെയ്യാം, സർക്കിളിന് പുറത്ത് മീറ്റ് ചെയ്യാം. അപ്പൊ ആ രണ്ട് കേസസ് നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇതൊരു സർക്കിൾ ആണേ, ഒരു കോഡ് വരച്ചു എ ബി. ഓക്കെ, അടുത്ത കോഡ് വരയ്ക്കുന്നു സി ഡി. സർക്കിളിനകത്ത് ഒരു പോയിന്റ് മീറ്റ് ചെയ്തു പി. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. ഒരു സർക്കിൾ വരച്ചു, കോഡ് എ ബി വരച്ചു, കോഡ് സി ഡി വരച്ചു. മീറ്റ് ചെയ്തിട്ടുണ്ടോ? സർക്കിളിനകത്ത് മീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എ ബി ഒന്ന് നീട്ടി വരയ്ക്കുന്നു, സി ഡി ഒന്ന് നീട്ടി വരയ്ക്കുന്നു, മീറ്റ് ചെയ്തു. ഏത് പോയിന്റിൽ? പിയിൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള രണ്ട് കേസസ്. ഇതിന് ഒന്നാമത്തെ കേസിന് ഒരു സ്പെഷ്യൽ കേസ് കൂടെ പറയാനുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് എന്താണ് പഠിക്കാനുള്ളത്? രണ്ട് കോഡ് എടുത്തു, എ ബി സി ഡി. എവിടെ മീറ്റ് ചെയ്തു? പി എന്ന പോയിന്റിൽ മീറ്റ് ചെയ്തു. ഓക്കെ ആണ്. അപ്പൊ ഈ പി എന്ന് പറയുന്ന പോയിന്റ് എ ബി എന്ന കോഡിനെ രണ്ട് പാർട്ടാക്കിയിട്ടില്ലേ? പി എന്ന് പറയുന്ന പോയിന്റ് എ ബി എന്ന കോഡിനെ രണ്ടാക്കി. ഒന്ന് പി എ, അടുത്തത് പി ബി. ഓക്കെ, അടുത്ത സി ഡി എന്ന് പറയുന്ന ലൈൻ കാണുന്നുണ്ടോ? കോഡ് കാണുന്നുണ്ടോ? അതിനെയും പി രണ്ട് പാർട്ടാക്കിയിട്ടില്ലേ? ഏതൊക്കെയാ? പി സി എം, പി ഡി. ഓക്കെ, അപ്പോ എ ബി രണ്ട് പാർട്ടായി, പി എയും പി ബിയും. സി ഡി രണ്ട് പാർട്ടായി, ഏതൊക്കെയാ? പി സിയും പി ഡി. അങ്ങനെയാണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എന്തായിരിക്കും? പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഒന്നാമത്തെ ഫിഗർ എ ബിയും സി ഡിയും അല്ലെ, രണ്ട് കോഡാണ്. എവിടെ മീറ്റ് ചെയ്തു? പി എന്ന പോയിന്റിൽ മീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പി ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എ ബി രണ്ട് പാർട്ട്, പി എയും പി ബിയും. പി വെച്ച് നോക്കുകയാണെങ്കിൽ സി ഡിയും രണ്ട് പാർട്ട്, ഏതൊക്കെയാ? പി സിയും പി ഡിയും. അങ്ങനെ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എന്തായിരിക്കും? പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. ഓക്കെ, ഇതെങ്ങനെയാ കിട്ടിയിട്ടുണ്ടാവുക?
ഈ പറഞ്ഞിരിക്കുന്ന റിലേഷൻ എങ്ങനെ കിട്ടിയിട്ടുണ്ടാവും ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ റിലേഷൻ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ദാ AC വരച്ചു, അതുപോലെ BD വരച്ചു. ഓക്കെ ആണ്. ഈ രണ്ട് ലൈൻ ഞാൻ എക്സ്ട്രാ വരച്ചു. ഈ രണ്ട് ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെ എനിക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഏതൊക്കെയാ രണ്ട് ട്രയാങ്കിൾ വന്നിരിക്കുന്നത്? ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാ വന്നിരിക്കുന്ന ട്രയാങ്കിൾ? ഒന്ന് APC കാണുന്നുണ്ടോ? അടുത്തത് BPD. ഇവിടെ വന്നിരിക്കുന്ന രണ്ട് ട്രയാങ്കിൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ട്രയാങ്കിൾ APC, രണ്ടാമത്തെ ട്രയാങ്കിൾ BPD. ഓക്കെ ആണ്. ഈ രണ്ട് ട്രയാങ്കിളിന്റെ പ്രത്യേകത നോക്കാം. ഈ ആംഗിൾ ഉണ്ടോ, ഈ ആംഗിൾ ഉണ്ടോ? ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? ഇത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ? അപ്പൊ ഈ രണ്ട് ആംഗിളും എന്തായിട്ട് മാറി? ഈക്വൽ ആയിട്ട് മാറി. അതുപോലെ ദാ ഈ ആംഗിൾ ഉണ്ടോ, അതുപോലെ ഈ ആംഗിൾ ഉണ്ടോ? ഈ രണ്ട് ആംഗിളിന്റെ പ്രത്യേകത പറഞ്ഞേ. സ്റ്റാർട്ടിംഗ് ഫ്രം C എൻഡിങ് അറ്റ് B. സിയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന രണ്ട് ആംഗിൾ അല്ലേടാ ഇത്? നോക്ക്, CAB CDB. അപ്പൊ സിയിലാണ് തുടങ്ങുന്നത്, ബിയിലാണ് അവസാനിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ആംഗിളും എന്തായിട്ട് മാറി? ഈക്വൽ ആയിട്ട് മാറി. ഓക്കെ. അതുപോലെ ദാ ഈ ആംഗിൾ നോക്കി, അതുപോലെ ഈ ആംഗിൾ നോക്കി. എന്താ പ്രത്യേകത? ഈ രണ്ട് ആംഗിളും ഈക്വൽ അല്ലേ? കാര്യം ആംഗിൾ സ്റ്റാർട്ട് ചെയ്യുന്ന എയിലാണ്, എൻഡ് ചെയ്യുന്ന ഡിയിലാണ്. ACD. അടുത്തെന്താ? ABD. ACDയും വരും, ABDയും വരും. ഓക്കെ. അപ്പൊ ആ രണ്ട് ആംഗിളും എന്തായിട്ട് മാറി? ഈക്വൽ ആയിട്ട് മാറി. അപ്പോ നമ്മൾ എടുത്ത രണ്ട് ട്രയാങ്കിളിലെയും ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിട്ട് മാറി അല്ലെ? ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾ മറ്റൊരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും, സദൃശ്യ ത്രികോണങ്ങളായിരിക്കും. 9ാം ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ മൂന്ന് കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകൾക്ക് തുല്യമായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ ആണ്, സദൃശ്യ ത്രികോണങ്ങളാണ്. എന്താ സദൃശ്യ ത്രികോണങ്ങളുടെ പ്രത്യേകത? തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും? ആനുപാതികമായിരിക്കും. ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കണം, ഓരോ ഈക്വൽ ആംഗിളിനും ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഏതൊക്കെയാണ്? അപ്പൊ ആദ്യം ഈ വെർട്ടിക്കലി ഓപ്പോസിറ്റ് നോക്കാം. ഇതിന് ഓപ്പോസിറ്റ് AC, ഇതിന് ഓപ്പോസിറ്റ് BD. ഡോട്ടർ ലൈൻ അല്ലേ വരച്ചേക്കുന്നേ? വിട്ടേക്ക്, അത് എടുക്കണ്ട. ഓക്കെ. ആദ്യം ഈ രണ്ട് ആംഗിൾ ബേസ് ചെയ്ത് നോക്കുമ്പോ ACയും വരും, BDയും വരും. അത് നമ്മൾ വിട്ടേക്ക്, ഡോട്ടർ ലൈൻ നമ്മൾ വരച്ചതായിട്ട് കളഞ്ഞു. ഇനി ഈ ആംഗിൾ ഉണ്ടോ? ഇതിന് ഓപ്പോസിറ്റ് ഏതാ? PC. ശരിയല്ലേ? അതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഇതല്ലേ? അതിന് ഓപ്പോസിറ്റ് എന്താ? PB. അപ്പൊ റേഷ്യോ ആയിട്ട് എങ്ങനെ എഴുതാം? PC/PB. ഇനി അടുത്ത ഈ ആംഗിൾ നോക്കുക. ഇതിന് ഓപ്പോസിറ്റ് എന്താ? PA. അപ്പോ PA. ഓക്കെ. ഇതിന് ഓപ്പോസിറ്റ് എന്താ? PD. റേഷ്യോ ആയിട്ട് എഴുതിയാൽ PA/PB. അപ്പൊ PC/PB എഴുതി, PA/PD യുമായി. ഇത് പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പൊ നമുക്ക് ഈക്വൽ സിമ്പൽ കൊടുത്തൂടെ? ഇനി ഒന്ന് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി എന്ത് വരും? PA into PB equal to PC into PD. PA into PB equal to എന്തായി? PC into PD. PAയും PBയും എന്തായിട്ട് മാറി? PA into PB equal to എന്തായിട്ട് മാറി? PC into PD. ഓക്കെ. ഇപ്പോ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. രണ്ട് കോഡ് എടുക്കുന്നു. ഒന്ന് AB, അടുത്ത കോഡ് എന്താണ്? CD. എവിടെ മീറ്റ് ചെയ്യുന്നു? സർക്കിളിനകത്ത് P എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോ AB രണ്ട് പാർട്ടായി, PAയും PBയും. CD രണ്ട് പാർട്ടായി, PCയും PDയും. ഇപ്പൊ PA into PB പ്രോഡക്റ്റ് എടുത്തു. അതുപോലെ PC into PD പ്രോഡക്റ്റ് എടുത്തു. എന്തായിട്ട് പറയുന്നു? ഈക്വൽ ആണെന്ന് പറയും. PA into PB equal to എന്തെടുത്തു? PC into PD. ഓക്കെ. അതിന്റെ പ്രൂഫ് ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതായത് ഓരോ സ്റ്റെപ്പ് ഞാൻ എഴുതി കാണിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ എഴുതണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത? കേസ് 1 ഫിഗർ വരയ്ക്കുക, അതിന്റെ താഴെ എഴുതുക PA into PB equal to PC into PD. എന്റെ താഴെ പ്രൂഫ് മലയാളം മീഡിയം തെളിവെന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എങ്ങനെ എഴുതാം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ജോയിൻ AC and BD. ACയും BDയും യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് എത്ര ത്രികോണം കിട്ടി? രണ്ട് ത്രികോണം. അപ്പൊ അടുത്ത ലൈനിൽ എന്ത് എഴുതണം? ത്രികോണം APC, ത്രികോണം BPD എന്നിവയിൽ in triangle APC and triangle BPD ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ എഴുതുക. അപ്പൊ ആദ്യം APC equal to BPD.
ബ്രാക്കറ്റ് റീസൺ എന്ത് കൊടുക്കുക? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർകോണുകൾ. ഇനി അടുത്ത ഏത് എഴുതണം? ഏതൊക്കെ ആംഗിൾ എഴുതാം? സി എ പി. ട്രയാംഗിൾ ബേസ് ആകുമ്പോ ബി വരെ പോണ്ട. സി എ പിയും അതുപോലെ ബി ഡി പിയും. ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക? ആംഗിൾ ഓൺ സെയിം ആർക്ക്, ഒരേ ചാപത്തിലേക്ക്. അതുപോലെ ആംഗിൾ എ സി പി എഴുതുക, ആംഗിൾ ഡി ബി പി എഴുതുക. റീസൺ സെയിം തന്നെ, ആംഗിൾ ഓൺ സെയിം ആർക്ക്. എന്നിട്ട് എന്ത് പറയാം? 3 ആംഗിൾ ഈക്വൽ ആയില്ലേ? സോ ഈ രണ്ട് ട്രയാംഗിളും എന്ത് ട്രയാംഗിൾ എന്ന് എഴുതുക? സിമിലർ ട്രയാംഗിൾ എന്ന് എഴുതുക. അതിന്റെ താഴെ ഈ റേഷ്യോ എഴുതുക. ദെൻ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കുക. അപ്പൊ സ്വന്തമായിട്ട് പ്രൂഫ് എഴുതി പഠിക്കുക. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കേസ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഫിഗറിലോട്ട് പോകാം. രണ്ടാമത്തെ ഫിഗറിന്റെ പ്രത്യേകത എന്താ? എ ബിയും സി ഡിയും രണ്ട് കോഡ് ഉണ്ട്. എവിടെയാണ് മീറ്റ് ചെയ്തേക്കുന്നത്? സർക്കിളിന് പുറത്താണ് മീറ്റ് ചെയ്തേക്കുന്നത്. ഏത് പോയിന്റിലാണ്? പി. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? 4 ഡിസ്റ്റൻസ് എടുക്കാം. ഒന്നാമത്തെ ഡിസ്റ്റൻസ് പി എ, പി തൊട്ട് എ വരെ. അടുത്ത ഡിസ്റ്റൻസ് പി ബി. ഓക്കെ, അടുത്ത പി സിയും എടുക്കാം, പി ഡിയും എടുക്കാം. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റ് ബേസ് ചെയ്തുകൊണ്ട് ആദ്യത്തെ എന്തെടുക്കാം? പി എയും പി ബിയും. അടുത്തത് രണ്ടാമത്തേലോ പി സിയും പി ഡിയും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയും സെയിം റിലേഷൻ, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എന്തെന്ന് എഴുതാം? പി സി ഇൻറ്റു പി ഡി എന്ന് എടുക്കാം. പി എയും പി ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും പി സിയും പി ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് സെയിം ആണ്. പ്രോഡക്റ്റ് ഈക്വൽ ആയിട്ട് വരുന്നു. ഇപ്പൊ തൊട്ട് മുമ്പേ പഠിച്ച അതേ പ്രോഡക്റ്റ് തന്നെയാണ്, പക്ഷെ വ്യത്യാസം എന്താണ്? ലെങ്തിന് വ്യത്യാസമുണ്ട്. മറ്റത് എ ബി 2 പാർട്ടാ, ഇവിടെ എ ബി അല്ല 2 പാർട്ടായിരുന്നു കേട്ടോ. എ ബി 2 പാർട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കല്ല, വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെയും സി ഡി എന്തല്ല 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ടല്ല. പകരം പിയിൽ നിന്ന് എയിലോട്ടും പിയിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എടുത്തു, പി എ ഇൻറ്റു പി ബി എടുത്തു. പിയിൽ നിന്ന് സിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എടുത്തു, പിയിൽ നിന്ന് ഡിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എടുത്തു. എന്നിട്ട് എന്തെടുക്കുന്നു? പി സി ഇൻറ്റു പി ഡി എടുത്തു. ഓക്കെ, ഈ രണ്ട് പ്രോഡക്റ്റും എന്താണ്? സെയിം ആണ്. ഇനി ഇതിന്റെ പ്രൂഫാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ പറഞ്ഞതിന്റെ പ്രൂഫാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് ടെക്സ്റ്റ് ബുക്കില് ഒരു പ്രോബ്ലം ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 67 എടുക്കുക. പേജ് നമ്പർ 67 എടുക്കുക. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഓക്കെ, പേജ് നമ്പർ 67 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഈ പഠിച്ച കാര്യത്തിന്റെ പ്രൂഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രൂഫ് പഠിക്കണം കേട്ടോ. പ്രൂഫ് കളഞ്ഞിട്ട് പോകരുത്, കൃത്യമായിട്ട് പ്രൂഫ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഞാനൊന്ന് വായിക്കാം. ഇൻ ദി പിക്ചർ കോഡ് എ ബി ആൻഡ് സി ഡി ഓഫ് ദി സർക്കിൾ ആർ എക്സ്റ്റെൻഡഡ് ടു മീറ്റ് അറ്റ് പി. അപ്പോ ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിന്റെ അകത്തുള്ള രണ്ട് കോഡാണ് എ ബിയും സി ഡി. ഓക്കെ, രണ്ട് കോഡ് വരച്ചിട്ടുണ്ട്, എ ബിയും സി ഡിയും. അത് എവിടെ മീറ്റ് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്ത് പിയിൽ മീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനില് എന്താണ്? ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ അകത്ത് രണ്ട് കോഡ് പറഞ്ഞിട്ടുണ്ട്. ഒരു കോഡ് എ ബി, അടുത്ത കോഡ് തന്നിട്ടുണ്ട് സി ഡി. ഓക്കെ, ഈ എ ബി സി ഡി കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആദ്യം എ ബി നീട്ടി വരച്ചു, then സി ഡി നീട്ടി വരച്ചു. ഏത് പോയിന്റിൽ മീറ്റ് ചെയ്തു? പി എന്ന പോയിന്റിൽ മീറ്റ് ചെയ്തു. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഫിഗറും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഫിഗർ ഞാൻ കോപ്പി അടിച്ചു. എന്നിട്ട് പറയാണ് പ്രൂവ് ദാറ്റ് ദി ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ എ പി സി. അപ്പൊ ഇവിടെ ട്രയാംഗിൾ എ പി സി വേണം, അതുപോലെ ട്രയാംഗിൾ ബി പി ഡി ഫോംഡ് ബൈ ജോയിനിങ് എ സി ആൻഡ് ബി ഡി. അപ്പോ എ സിയും ബി ഡിയും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ട്രയാംഗിൾ കിട്ടും. നോക്കി, എ സി ജോയിൻ ചെയ്തു, അതുപോലെ ബി ഡി ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ട്രയാംഗിൾ കിട്ടിയിട്ടില്ലേ? ഏതൊക്കെയാണ് ട്രയാംഗിൾ? ഒന്ന് ട്രയാംഗിൾ എ സി പി, അടുത്ത ട്രയാംഗിൾ ഏതാണ്? ബി പി ഡി അല്ലെങ്കിൽ ബി ഡി പി. ഓക്കെ, ഈ രണ്ട് ട്രയാംഗിൾ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ട്രയാംഗിളിന്റെയും ആംഗിൾസ് പ്രൂവ് ദാറ്റ് ദി ആംഗിൾസ് ആർ സെയിം. ഈ രണ്ട് ട്രയാംഗിളിന്റെയും കോണുകൾ തുല്യമാണെന്ന് തെളിയിക്കുക. അപ്പൊ ഇവിടുത്തെ കേസിൽ ഓരോ ആംഗിൾ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എടുക്കുന്നത് ഈ ഒരു ആംഗിൾ ആണ്. കാണുന്നുണ്ടോ ഈ ആംഗിൾ? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ വരച്ചിരിക്കുന്ന ആംഗിളിന്റെ പ്രത്യേകത എന്താ? രണ്ട് ട്രയാംഗിളിലും കോമൺ ആയിട്ട് വരുന്ന ആംഗിൾ അല്ലേ? എ സി പി എടുത്താലും ഈ ആംഗിൾ ഉണ്ട്, ബി പി ഡി എടുത്താലും ഈ ആംഗിൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ആംഗിൾ എ പി സി ഈക്വൽ ടു
ആംഗിൾ ബി പി ഡി. ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കാം? കോമൺ ആംഗിൾ, പൊതുവായ കോൺ. ഓക്കെ, ഫസ്റ്റ് ഞാൻ പ്രൂവ് ചെയ്തു ഇതെന്താണ്, ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ആണ്. ഇപ്പൊ കോമൺ ആംഗിൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്ത ആംഗിൾ നോക്കിക്കോണേ. ദാ ഈ ഒരു ആംഗിൾ ഉണ്ടോ? ഈ ഒരു ആംഗിൾ കാണുന്നുണ്ടല്ലോ. ഈ ആംഗിളും ദാ ഈ ആംഗിളും ഈക്വൽ ആയി. എന്തുകൊണ്ടാ? ഈ എ ബി ഡി സി കാണുന്നുണ്ടോ? എ ബി ഡി സി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? അല്ലെ, ചക്രീയ ചതുർഭുജം അല്ലേ? അങ്ങനെയാകുമ്പോ ഈ ആംഗിളും ഈ ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. ഓക്കെ, ഇനി ഇതും കൂടെ ആഡ് ചെയ്യുമ്പോഴും 180 കിട്ടണ്ടേ? റീസൺ എന്താ? ഇതൊരു എന്താണ്, ലീനിയർ പെയർ അല്ലേ, രേഖീയ ജോഡിയല്ലേ? അത് വെച്ചുകൊണ്ട് ഇതപ്പോ എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? 180 മൈനസ് എക്സ്. ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? എക്സ് ആയിരിക്കും. അതല്ലെങ്കിൽ 2 ക്ലാസ്സുകൾക്ക് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറച്ച് ക്ലാസ്സുകൾക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഇന്നർ ആംഗിളും ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഔട്ടർ ആംഗിളും ഈക്വൽ ആണ്. അത് പ്രൂഫ് ആയിട്ട് നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ എന്താണ്, ഒരു അകക്കോൺ എതിർമൂലയുടെ പുറം കോണിന് തുല്യമാണ്. അപ്പൊ ഈ 2 ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളിന്റെ പേരൊന്ന് പറഞ്ഞേ. വലിയ ട്രയാംഗിളിന്റെ പേര് വെച്ച് പറയണമെങ്കിൽ ആംഗിൾ എ സി പി ഈക്വൽ ടു, ഈ ആംഗിളിന്റെ പേരെന്താ? ആംഗിൾ ഡി ബി പി. ഇതുപോലെ ഈ ഒരു ആംഗിൾ ഉണ്ടോ? ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഇന്നർ ആംഗിൾ അല്ലേ? ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ ഇവിടെ ഒരു ഔട്ടർ ആംഗിൾ കിടക്കൂലേ? ഇത് ഇന്നർ ആണ്, ഇത് ഔട്ടർ ആണ്. ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ ഔട്ടർ ആംഗിൾ അല്ലേ? സോ ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. ഇപ്പൊ ഈ 2 ആംഗിളും ഈക്വൽ ആവില്ലേ? ഇതിന്റെ പേരെന്തുവാ? ആംഗിൾ, ഇതിന്റെ പേര് സി എ പി ഈക്വൽ ടു, ഇതിന്റെ പേരെന്താ? ആംഗിൾ ഡി ബി, സോറി, ഈ ആംഗിളിന്റെ പേരെന്താണ്? ബി ഡി പി. ഒറ്റ റീസൺ ആണ് എഴുതേണ്ടത്. എന്താണ് റീസൺ? ആംഗിൾ ഓൺ inner angle, ഇങ്ങനെ എഴുതിക്കോളാ. inner angle of cyclic quadrilateral is equal to outer angle on opposite vertex. Okay, അതായത് ഒരു മലയാളം മീഡിയം എങ്ങനെ എഴുതണം? ചക്രീയ ചതുർഭുജത്തിന്റെ അകക്കോൺ എതിർമൂലയിലെ പുറം കോണിന് തുല്യമാണ്. ചക്രീയ ചതുർഭുജത്തിലെ അകക്കോൺ, ഒരു അകക്കോൺ എതിർമൂലയിലെ പുറം കോണിന് തുല്യമാണ്. ഓക്കെ, മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം എങ്ങനെ എഴുതാം? ഇന്നർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ഔട്ടർ ആംഗിൾ ഓൺ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഔട്ടർ ആംഗിൾ ഓൺ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയി, ശരിയല്ലേ? 3 ആംഗിൾ നമ്മൾ എന്താന്ന് പ്രൂവ് ചെയ്തു? ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് നോക്കിയേ. പ്രൂവ് ദാറ്റ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. നമ്മൾ ഇതിൽ തെളിയിക്കണം പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. എങ്ങനെ തെളിയിക്കാം? 3 കോണുകൾ തുല്യമാണ്. ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 കോണുകൾക്ക് തുല്യമായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്രയാംഗിൾ എ സി പി സിമിലർ ടു ട്രയാംഗിൾ ബി പി ഡി. ഈ 2 ത്രികോണങ്ങളും സിമിലർ ട്രയാംഗിൾ ആണ്, അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങളാണ്. 3 കോണുകളും തുല്യമായില്ലേ? അപ്പൊ അത് എന്ത് ത്രികോണങ്ങളായിട്ട് മാറുന്നു? സദൃശ്യ ത്രികോണങ്ങളായിട്ട് മാറുന്നു. ഓക്കെ, എന്താ സദൃശ്യ ത്രികോണത്തിന്റെ പ്രത്യേകത? ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പ്രൊപ്പോർഷണൽ ആണ്. ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അപ്പൊ ഓരോ കേസസ് ആയിട്ട് നോക്കാം. അപ്പൊ ഇവിടുത്തെ കേസിൽ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ ആംഗിൾ നോക്കാതെ തന്നെ നമുക്ക് പറയാം. ഫിഗർ നോക്കാതെ നമുക്ക് പറയാം. ഓക്കെ, ഈ ഫിഗർ നോക്കാതെ ഓപ്പോസിറ്റ് സൈഡ് എങ്ങനെ എഴുതുന്നത്? എളുപ്പത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള ഒരു ആംഗിൾ 3 ലെറ്റർ വെച്ചിട്ടാണ് എഴുതിയേക്കുന്നതെങ്കിൽ നടുക്കുള്ള ലെറ്റർ കളഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് കിട്ടും. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് എ പി സി എന്നല്ലേ? നടുക്കുള്ള ലെറ്റർ കളഞ്ഞാൽ എ സി, ഓപ്പോസിറ്റ് സൈഡ് ആയി. അതുപോലെ ഇവിടെ ബി പി ഡി, നടുക്കുള്ള പി കളഞ്ഞാൽ ബി ഡി, എന്തായി? ഓപ്പോസിറ്റ് സൈഡ് ആയി.
ഓക്കെ, അങ്ങനെ ഈ ആംഗിൾ ബേസ് ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് എടുക്കാം. ആദ്യത്തെ കേസിൽ പി കളഞ്ഞാൽ, നടുക്കുള്ള പി കളഞ്ഞാൽ എ സി, ഇവിടെയും പി ആണ് പോകുന്നത്, അപ്പോ ബി ഡി. രണ്ടാമത്തെ കേസ് നോക്ക്, നടുക്കുള്ള സി മാറ്റിയാൽ എ പി ബൈ ഇവിടുത്തെ നടുക്കുള്ള ബി മാറ്റിയാൽ ഡി പി ഈക്വൽ ടു ഇവിടെ എ മാറ്റിയാൽ സി പി ബൈ ഇവിടെ ഡി മാറ്റിയാലോ ബി പി. ഓക്കെ, ഇതില് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ്. അപ്പൊ നമുക്ക് ഏത് വേണ്ട? ഇത് വേണ്ട. ഓക്കെ, പിന്നെ ബാലൻസ് ഉള്ള എടുക്കാം. എ പി തിരിച്ചെഴുതുക പി എ, ഡി പി തിരിച്ചെഴുതിയാൽ പി ഡി, സി പി തിരിച്ചെഴുതിയാൽ പി സി, ബി ഡി തിരിച്ചെഴുതിയാലോ പി ബി. തിരിച്ചെഴുതിയാൽ അത്രേ ഉള്ളൂ. ഇനി ഒന്ന് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ നോക്കി, എന്ത് കിട്ടും? പി എ ഇൻറ്റു പി ബി, ശരിയല്ലേ, ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എന്തെന്ന് കിട്ടി? പി സി ഇൻറ്റു പി ഡി എന്ന് കിട്ടി. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ചെയ്തത്? ഈ തന്നിരിക്കുന്ന ഫിഗറിൽ നിന്ന് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് തെളിയിച്ചു. അതിന് രണ്ട് ലൈൻ എ സിയും വരച്ചു, ബി ഡിയും വരച്ചു. അപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടി. ആ രണ്ട് ട്രയാങ്കിളും എന്ത് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്തു? സിമിലർ അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങളാണെന്ന് പ്രൂവ് ചെയ്തു. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിന്റെ പ്രൊപ്പോർഷണാലിറ്റി ആനുപാതികമായിട്ട് എതിർവശങ്ങൾ എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, എതിർ ഗുണനം നടത്തി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഓക്കെ, ഇനി ഒരു പാർട്ടും കൂടെ ക്വസ്റ്റ്യന് ബാക്കിയുണ്ട്. എന്താണ് ക്വസ്റ്റ്യന്റെ ബാക്കി പാർട്ട് എന്ന് നോക്കിയേ. പ്രൂവ് ദാറ്റ് എന്താണ് ബാക്കി പാർട്ട് കിടക്കുന്നത്? പ്രൂവ് ദാറ്റ് ഇഫ് പി ബി ഈക്വൽ ടു പി ഡി, പി ബി ഈക്വൽ ടു പി ഡി ആണെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? എ ബി ഡി സി ഈസ് ആൻ ഐസോസ്ലസ് ട്രപ്പീസിയം. പി എ ബി ഡി സി ഈസ് ആൻ ഐസോസ്ലസ് ട്രപ്പീസിയം. ഈ ഫിഗറിൽ നിന്ന് എ ബി ഡി സി എന്താന്ന് പ്രൂവ് ചെയ്യണം? ഐസോസ്ലസ് ട്രപ്പീസിയം ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാം ഐസോസ്ലസ് ട്രപ്പീസിയം ആണെന്ന്? എന്താണ് ഐസോസ്ലസ് ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത? പറഞ്ഞു നോക്കി, എന്താണ് ഐസോസ്ലസ് ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത? one pair of opposite sides are parallel. ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമാണ്. and non-parallel sides are equal. സമാന്തരമല്ലാത്ത വശങ്ങൾ എന്തുമാണ്? തുല്യവുമാണ്. ഓക്കേ, അപ്പൊ നമ്മൾ ഇവിടെ തെളിയിക്കേണ്ടത് എ ബി ഡി സി കാണുന്നുണ്ടോ? എ ബി ഡി സി അതിന്റെ ഒരു ജോഡി എതിർവശങ്ങൾ തുല്യമെന്നും, ഓക്കെ, ഒരു ജോഡി എതിർവശം ഈ തുല്യമല്ലാത്ത വശം സമാന്തരമാണെന്നും തെളിയിക്കും. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ എന്താണ് തെളിയിക്കേണ്ടത്? ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമാണെന്നും തെളിയിക്കുക, സമാന്തരമല്ലാത്ത വശങ്ങൾ തുല്യമാണെന്നും തെളിയിക്കുക. അപ്പൊ രണ്ട് കാര്യങ്ങൾ തെളിയിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഞാൻ തെളിയിക്കാൻ പോകുന്നത് ഒരു ജോഡി എതിർവശങ്ങൾ തുല്യമാണ്. ഓക്കെ, ഒരു ജോഡി എതിർവശങ്ങൾ തുല്യമാണെന്ന് ആദ്യം തെളിയിക്കും. ദെൻ അടുത്ത രണ്ട് വശങ്ങളുണ്ടല്ലോ അത് സമാന്തരമാണെന്ന് തെളിയിക്കും. അപ്പൊ അതെന്തായിട്ട് മാറും? ഐസോസ്ലസ് ട്രപ്പീസിയമായിട്ട് മാറും. ശ്രദ്ധിച്ച് കേൾക്കാം. പി ബി ഈക്വൽ എന്ന് തന്നിരിക്കുന്നു പി ഡി. അങ്ങനെയാണെങ്കിൽ നമ്മൾ തൊട്ടു മുമ്പേ റിലേഷൻ പഠിച്ചു. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. തൊട്ടു മുമ്പേ പഠിച്ച റിലേഷൻ അല്ലേ? ഇതില് പി ബി എന്തിന് ഈക്വലാ? പി ഡിക്ക് ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ പി ബി കിടക്കുന്നിടത്ത്, പി എ ഇൻറ്റു പി ബി കിടക്കുന്നിടത്ത് എനിക്ക് പി ഡി കൊടുത്തൂടെ? അങ്ങനെ ഈക്വൽ ടു എന്ത് കിട്ടും? പി സി ഇൻറ്റു പി ഡി. ഈ പി ഡിയും ഈ പി ഡിയും കട്ട് ചെയ്തു. പിന്നെ നമുക്ക് എന്ത് എഴുതാം? പി എ ഈക്വൽ ടു പി സി. അപ്പം പി ബി ഈക്വൽ ടു പി ഡി ആണെങ്കിൽ പി എ ഈക്വൽ ടു എന്തായിരിക്കും? പി സി ആയിരിക്കും. അതായത് പി ഡിയും പി ബിയും ഈക്വൽ ആണെങ്കിൽ പി എയും പി സിയും എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട്. ഇനി നമ്മൾ ഈ ഫിഗറിൽ നിന്ന് എ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എ ബി എന്ത് കിട്ടുമെന്ന് കണ്ടുപിടിക്കുമ്പോൾ ഫിഗർ നോക്കിക്കോണേ. എ ബി ഈ ലെങ്ത് എ ബി വേണം. എ ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പി എയിൽ നിന്ന് പി ബി കുറച്ചാൽ പോരെ? ഫിഗർ നോക്കിക്കോളാം. എ ബി കിട്ടണമെങ്കിൽ പി എയിൽ നിന്ന് എന്ത് കുറയ്ക്കുക? പി ബി. അപ്പൊ എ ബി ഈക്വൽ ടു എന്ത് എഴുതാം? പി എ മൈനസ് പി ബി എന്ന് എഴുതാം. പി എ മൈനസ് പി ബി ഈക്വൽ ടു പി എ. തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ട് പി എ എന്തിന് തുല്യമാണ്? പി സിക്ക്. അപ്പൊ പി എ അടുത്ത് ഞാൻ പി സി എന്ന് കൊടുത്തു. മൈനസ് പി ബി എന്തിന് തുല്യമാണെന്ന് ക്വസ്റ്റിനെ തന്നു? പി ഡി. അപ്പൊ പി ബി അടുത്ത് പി ഡി എന്ന് കൊടുത്തു. ഇനി ഫിഗർ ഒന്ന് നോക്കിയേ. പി സിയിൽ നിന്ന്
പി ഡി മൈനസ് ചെയ്യുന്നു. പി സിയിൽ നിന്ന് പി ഡി മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്ത ബാലൻസ് എന്തോ ഉള്ളത് ഈ ഒരു ലെങ്ത് അല്ലേ, ഈക്വൽ ടു എന്തെടുക്കാം സി ഡി. അപ്പോ നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ടോട്ടൽ ലാറ്ററൽ എ ബി ഡി സിയുടെ ഒരു ജോഡി എതിർവശങ്ങൾ ഈ ഒരു വശവും ഈ ഒരു വശവും വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണെന്ന് പ്രൂവ് ചെയ്തു, ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ എ ബി ഈക്വൽ ടു എന്തെന്ന് കിട്ടി സി ഡി. അപ്പൊ ഒരു കണ്ടീഷനായി എ ബി ഈക്വൽ ടു സി ഡി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യണം ഇത് എന്ത് ട്രയാങ്കിൾ എന്താണ് ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പ്രൂവ് ചെയ്യണ്ടേ. അതിന് എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് ഇപ്പം ഈക്വൽ അല്ലാത്ത രണ്ട് സൈഡ് കണ്ടോ, ഏതൊക്കെയാ എ സിയും ബി ഡിയും കാണുന്നുണ്ടോ, എ സിയും ബി ഡിയും ഇത് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോ ഒരു ജോഡി ഈ രണ്ട് വശങ്ങൾ ഞാൻ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ഈ രണ്ട് വശങ്ങളും എന്താണെന്ന് പ്രൂവ് ചെയ്യണം, പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. പി എ ഈക്വൽ ടു പി സി ആണ് നമ്മൾ തൊട്ട് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. പി എ ഈക്വൽ ടു എന്താണ്, പി സി ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ആയിരിക്കില്ലേ. നോക്കിയേ, പി എ ഈക്വൽ ടു പി സി. ഈ ഒരു ട്രയാംഗിൾ പി എ സി കാണുന്നുണ്ടോ, ആ ഒരു ട്രയാംഗിൾ ഐസോസിലസ് ട്രയാംഗിൾ ആവത്തില്ലേ, സമപാർശ്വ ത്രികോണം ആവത്തില്ലേ. ഈ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമല്ലേ, ഏതൊക്കെയാ പി എയും പി സിയും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ പി എ സി എന്ന് പറയുന്ന ട്രയാംഗിൾ എന്ത് ട്രയാംഗിൾ ആയിരിക്കും, ഐസോസിലസ് ട്രയാംഗിൾ ആയിരിക്കും, ഒരു സമപാർശ്വ ത്രികോണമായിരിക്കും. എന്താ സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത, തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യം. പി സിക്കെതിരെയുള്ള കോൺ എ, പി എക്കെതിരെയുള്ള കോൺ സി. ഈ രണ്ട് കോണുകളും തുല്യമാവില്ലേ. ആ തൽക്കാലം ഞാൻ എക്സ് എന്ന് എടുത്തു. ഈ രണ്ട് കോണും എന്തെന്നെടുത്തു, എക്സ്. അപ്പൊ ഇതും എക്സ് ആണ്, ഇതും എന്താണ്, എക്സ് ആണ്. ഈ കോൺ എക്സ് ആണെങ്കിൽ ഈ കോൺ എന്തായിരിക്കും, 180 മൈനസ് എക്സ് ആയിരിക്കില്ലേ, സൈക്ലിക് അല്ലേ. സോ ഇത് എക്സ് ആകുമ്പോൾ ഇതെന്താകും 180 മൈനസ് എക്സ്. അതുപോലെ ഈ ആംഗിളും എന്തായിട്ട് മാറി, എക്സ് ആയിട്ട് മാറി. അപ്പോ ഇത് എക്സ് ആയപ്പോ ഇത് 180 മൈനസ് എക്സ്. അത് വെച്ചുകൊണ്ട് ഈ ആംഗിൾ എന്തെന്ന് എഴുതി, എക്സ് എന്ന് എഴുതി. ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ഈ ആംഗിൾ എക്സ്, ഈ ആംഗിളും എന്താണ്, എക്സ്. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിട്ട് മാറിയില്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ഡി ബി പി. ശരിയാണോ നോക്കി, ആംഗിൾ എയും ആംഗിൾ ഡി ബി പിയും ഈക്വൽ ആയിട്ട് കിട്ടി. ഈ ആംഗിളിന്റെ പ്രത്യേകത എന്താണ്, എ സിയും ബി ഡിയും കട്ട് ചെയ്തുകൊണ്ടതാ, ഇത് എ സി ഇത് ബി ഡി, അതിനെ കട്ട് ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള ലൈൻ വരച്ചിരിക്കുന്നത്, ശരിയല്ലേ. നോക്ക, ഇത് എ സി ഇത് ബി ഡി, ഇത് എ സി ഇത് ബി ഡി, അതിനെ കട്ട് ചെയ്തുകൊണ്ടല്ലേ എ ബി വരച്ചിരിക്കുന്നത്. ആ വന്നിരിക്കുന്ന ആംഗിൾ നോക്കി, ഇതും ഇതും, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിട്ട് മാറി. ഓക്കെ, ഈ രണ്ട് ആംഗിളിനെ നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് വിളിച്ചൂടെ. ഒന്നിന്റെ ഇവിടെ വന്നിരിക്കുന്നു, അതേ കണക്ക് തന്നെ രണ്ടാമത്തെ വന്നിരിക്കുന്നു. ഇത് എന്ത് ആംഗിൾ ആണ്, കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ലൈനും എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിട്ട് മാറി. അപ്പൊ നമുക്ക് പറയാം therefore corresponding angles are equal. മലയാളം മീഡിയം, സമാന കോണുകൾ തുല്യമാണ്. സമസ്ഥാനീയ കോണുകൾ എന്ന് പണ്ട് പറയുമായിരുന്നു, ഇപ്പൊ സമാന കോണുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ സമാന കോണുകൾ തുല്യമാണ്. ഓക്കെ, അത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം AC is parallel to BD. ഈ രണ്ട് കോണുകൾ തുല്യമാണ്. എന്ത് കോണുകളാണ്, കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. അപ്പൊ ഈ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാം AC is parallel to BD. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായി, സമാന്തരമല്ലാത്ത വശങ്ങൾ തുല്യവുമായി. സമാന്തരമല്ലാത്ത വശങ്ങൾ തുല്യം ആയിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഐസോസിലസ് ട്രപ്പീസിയം. മലയാളം മീഡിയം എന്ത് പറയും, സമപാർശ്വലംബകം. ഓക്കെ, so therefore നമുക്ക് പറയാം ABDC is an isosceles trapezium. മലയാളം മീഡിയം എന്ത് പറയാം, ABDC ഒരു സമപാർശ്വലംബകമാണ്. റീസൺ എന്താണ്, ഇവിടെ നമ്മൾ തെളിയിച്ചു one pair of opposite sides are parallel. ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമാണ്. and non parallel sides are equal. സമാന്തരമല്ലാത്ത വശങ്ങൾ തുല്യവുമാണ്. ഓക്കെ, അത് വെച്ചുകൊണ്ട് ഇതെന്താ തെളിയിച്ചു, ഐസോസിലസ് ട്രപ്പീസിയം ആണെന്ന് തെളിയിച്ചു.
ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് എഴുതി പഠിക്കുക. ക്ലിയർ ആണല്ലോ. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ നമ്മൾ രണ്ട് കേസസ് അല്ലേ പറഞ്ഞത്, ഒന്ന് സർക്കിളിനകത്ത് മീറ്റ് ചെയ്യുന്നു, രണ്ട് സർക്കിളിന് പുറത്ത് മീറ്റ് ചെയ്യുന്നു. ഇനി ഒരു സ്പെഷ്യൽ കേസ് പറയാൻ പോവാം. സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാല് നമ്മള് സർക്കിളിനകത്ത് മീറ്റ് ചെയ്യുന്നതിന്റെ തന്നെ ഒരു കേസാണ് പറയുന്നത്. ഞാനൊരു സർക്കിൾ എടുത്തു, ആദ്യം പഠിച്ച കൺസെപ്റ്റിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ്. ഒരു സർക്കിൾ എടുത്തു, അതിന്റെ അകത്ത് ഒരു കോഡ് വരച്ചു, അത് സെന്ററിൽ കൂടി പാസ് ചെയ്യുന്നു. സെന്ററിൽ കൂടി പാസ് ചെയ്യുന്ന കോഡിനെ വിളിക്കുന്ന പേരെന്താ? ഡയമീറ്റർ അല്ലെ. സെന്ററിൽ കൂടി വരയ്ക്കുന്ന ഞാണിനെ വിളിക്കുന്ന പേരെന്താണ്? വ്യാസം. അതിന് ഞാൻ AB എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ടാമത്തെ കോഡ് വരച്ചു, CD. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ മീറ്റിംഗ് പോയിന്റ് എന്തെടുത്തു? P എന്നെടുത്തു. ഓക്കെ, അപ്പൊ ആദ്യം പഠിച്ച അതേ കൺസെപ്റ്റ് ആണ്. രണ്ട് കോഡ് എടുക്കുന്നു, സർക്കിളിനകത്ത് മീറ്റ് ചെയ്യുന്നു. പക്ഷെ കോഡിന്റെ പ്രത്യേകത എന്താ? ഒന്നാമത്തത് ഡയമീറ്റർ ആണ്, രണ്ടാമത്തത് ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോഡാണ്. ഒന്നാമത്തത് ഡയമീറ്റർ, രണ്ടാമത്തത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോഡ്. ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ. ഒന്ന് വ്യാസമാണ്, അടുത്തത് എന്താണ്? വ്യാസത്തിന് ലംബമായി വരയ്ക്കുന്ന ഞാനാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന റിലേഷൻ എന്താണ്? PA into PB equal to PC into PD. നമ്മൾ പഠിച്ചു വെച്ചതാണ്. PA into PB equal to എന്താണ്? PC into PD. ഇനി ഈ കോഡിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ ഈ കോഡ് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് PC equal to എന്തായിരിക്കും? PD ആയിരിക്കും. ഇത് ഡയമീറ്ററും ഇത് പെർപെൻഡിക്കുലർ കോഡും ആയതുകൊണ്ട് നമുക്ക് പറയാം PC equal to എന്താണ്? PD. 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചു. ഓക്കെ, സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ച ഒരു കൺസെപ്റ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ PC ഈക്വൽ ടു എന്തെടുത്തു? PD എന്നെടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എഴുതി വെച്ചേക്കുന്ന ഇക്വേഷനില് PA into PB ഈക്വൽ ടു PC into PD യുടെ സ്ഥാനത്ത് എനിക്ക് PC എന്ന് കൊടുത്തൂടെ? അങ്ങനെ ഇക്വേഷൻ ഇങ്ങനെ മാറത്തില്ലേ? PA into PB ഈക്വൽ ടു എന്ത് വരുന്നു? PC സ്ക്വയർ. PA into PB ഈക്വൽ ടു എന്തെന്ന് വന്നു? PC സ്ക്വയർ എന്ന് വന്നു. ഇതിന്റെ പ്രത്യേകത എന്താ? PA into PB equal to PC square. ഇതിന്റെ പ്രത്യേകത എന്താ? PD എന്ന് പറയുന്ന സംഭവം പോയില്ലേ? PD എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ D വരയ്ക്കണോ? വേണ്ട. അപ്പൊ എന്ത് ചെയ്യാം? D യുടെ പാർട്ട് അങ്ങ് മാറ്റാം. അപ്പൊ നമുക്ക് പുതിയൊരു ഫിഗർ കിട്ടി. കംപ്ലീറ്റ് സർക്കിൾ ഉണ്ടോ? ഇല്ല, സർക്കിളിന്റെ പകുതി. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സെമി സർക്കിൾ ആണ്, ശരിയല്ലേ? സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ AB. ഒരു അർദ്ധവൃത്തം എടുത്തിരിക്കുന്നു, അതിന്റെ വ്യാസം AB. ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് C യിൽ നിന്ന് ഒരു ലൈൻ വരച്ചു. എവിടെ വന്ന് മീറ്റ് ചെയ്തു? P യിൽ. അപ്പൊ AB വ്യാസമാണ്, P യിലോട്ട് എന്ത് ചെയ്തേക്കുന്നു? ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. AB യിൽ ഒരു പോയിന്റ് ആയ P യിലോട്ട് C യിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫിഗർ കണ്ടാൽ ഓർത്ത് വെക്കുക, AP into PB അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി പഠിക്കാം. PA into PB equal to PC square. PA into PB equal to എന്തെന്ന് കിട്ടുന്നു? PC square എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്ന് കേസ് പഠിച്ചു കഴിഞ്ഞു. ആദ്യത്തെ രണ്ട് കേസിൽ PA into PB equal to PC into PB. ഒന്ന് സർക്കിളിനകത്ത് മീറ്റ് ചെയ്യുന്നു, രണ്ട് സർക്കിളിന് പുറത്ത് മീറ്റ് ചെയ്യുന്നു. ഇതൊരു സ്പെഷ്യൽ കേസ്, സെമി സർക്കിൾ വെച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ കേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ പ്രോബ്ലം കൂടെ ആകുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, ആ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും വെച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.